സാർ നമസ്കാരം. നമസ്കാരം. ചങ്കുറ്റത്തോടുകൂടി മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് എങ്ങനെയാണ്? അധികാരവർഗത്തിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ കേരളത്തിലൊരു മാധ്യമപ്രവർത്തകൻ എൻ്റെയൊക്കെ പഠനകാലത്തുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് പാസ്റ്റല്ല, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രൈം നന്ദകുമാർ എന്നാണ് ആ മാധ്യമപ്രവർത്തകൻ്റെ പേര്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 10 വർഷം പിന്നിടുന്നു. ഈ 10 വർഷക്കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ജയിലിൽ പോയൊരു മാധ്യമപ്രവർത്തകൻ, പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ പോയൊരു മാധ്യമപ്രവർത്തകനും ക്രൈം നന്ദകുമാർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അധികാരവർഗത്തിൻ്റെ നെറികേടുകൾ തുറന്നു പറയുകയും അതിനെതിരെ നിയമപോരാട്ടം നടത്തുകയും ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ വരെ അധികാരവർഗത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇപ്പോഴും നിയമപോരാട്ടം നടത്തി ഏതാണ്ട് 80 പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ട ലാവ്ലിൻ കേസ് ഉൾപ്പെടെ അധികാരവർഗത്തിൻ്റെ അധികാരമോഹത്തിൻ്റെ ജനങ്ങളോട് കാണിക്കുന്ന നയവൈകല്യങ്ങൾക്കെതിരായി സംസാരിക്കുകയും വാർത്ത കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ വളരെ സന്തോഷം സാറിനെ പരിചയപ്പെടാനും കൂടെ ജോലി ചെയ്യാനും സാധിച്ചത്. അതിലുപരി അന്ന് സാറ് മാധ്യമരംഗത്ത് കാട്ടിക്കൊടുത്ത ആ മാർഗം ഇപ്പോൾ പലർക്കും വലിയൊരു പ്രചോദനമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലം പ്രസ് ക്ലബ്ബിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി പത്രസമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ ഇത് നെറികേടാണ് എന്ന് പറയാൻ നന്ദകുമാറിൻ്റെ പാത പിന്തുടർന്ന് ഒരു മാധ്യമപ്രവർത്തകൻ വന്നിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു മാറ്റത്തിൽ? അതായത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. ഞാൻ തുടങ്ങി വെച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന പെരുങ്കള്ളനായ തട്ടിപ്പുകാരൻ ജനങ്ങളെയും പാർട്ടിയെയും പറ്റിച്ച് പാർട്ടിയെ മറയാക്കി കോടികളുടെ തട്ടിപ്പ് നടത്തി അഴിമതി നടത്തിയ ഒരാളെ ഞാൻ 2005 തുറന്നു കാണിച്ചു. അതായത് 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ EK നായനാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയനും P ശശിയും കൂടിയാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ തടവറയിലാക്കിയത്. അന്ന് മുതലാണ് ലാവ്ലിൻ കേസ്, ഐസ്ക്രീം പാർലർ കേസ് ഒക്കെ തട്ടിമറിച്ചും അതിലൂടെ കോടികൾ അഴിമതി നടത്തിയും ഇവർ സമ്പന്നരാകുന്നത്. മാത്രമല്ല പാർട്ടിയെ ഇത്തരം ബ്ലാക്ക്മെയിലിംഗ് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പാർട്ടി പ്രവർത്തകരോട് പറയുന്നത് തൊഴിലാളി സ്നേഹവും കൃഷിക്കാരുടെ പാവപ്പെട്ട കർഷകരോടുള്ള സ്നേഹവും അത് പട്ടിണി പാവങ്ങളുടെ സ്നേഹമാണെങ്കിൽ ഇപ്പുറത്ത് അവരുടെ പേരിൽ മുതലെടുത്തിട്ടാണ് വൻ അഴിമതികൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ലാവ്ലിൻ കേസ്. ഈ ലാവ്ലിൻ കേസ് ഞാൻ പുറത്ത് കൊണ്ടുവന്ന് ചോര നീരാക്കിയിട്ടാണ്, കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച് അതിലെ അഴിമതിയുടെ എല്ലാ രേഖകളും കളക്ട് ചെയ്തിട്ടാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത്. അതും എനിക്ക് തന്നത് മറ്റാരുമല്ല, ഈ ബാലാനന്ദനാണ്. ഈ ബാലാനന്ദൻ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ബാലാനന്ദൻ കമ്മീഷൻ എന്ന് പറയുന്ന കേരളത്തിലെ വിദ്യുച്ഛക്തി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ തന്നെ സർക്കാർ തന്നെ നിയമിച്ചൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അവർ കൊടുത്ത റിപ്പോർട്ടിൽ 100.5 കോടി രൂപയ്ക്കാണ് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടി സപ്ലൈ അടക്കം, അതായത് അവിടേക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് അടക്കം, കൺസൾട്ടൻസി അടക്കം, എല്ലാ കാര്യങ്ങളും, ലോൺ അടക്കം, കുറഞ്ഞ പലിശയ്ക്ക് 1% 2% അടക്കം ഇന്ത്യയിലെ നവരത്ന സ്ഥാപനമായ ബെൽ പൂർത്തീകരിക്കും എന്ന് പറയുന്ന സ്ഥലത്താണ് പിണറായി വിജയൻ ആഗോള ടെൻഡർ വിളിക്കാതെ, കേരള സർക്കാരിൻ്റെ പെർമിഷൻ ഇല്ലാതെ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പെർമിഷൻ ഇല്ലാതെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പവർ അതോറിറ്റീൻ്റെ പെർമിഷൻ ഇല്ലാതെ SNC ലാവ്ലിനുമായി 278 കോടി രൂപയ്ക്ക് എഗ്രിമെൻ്റ് ഉറപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഒരു അനുബന്ധ കരാറും ഉണ്ടാക്കി 98.3 കോടി രൂപ അതിലൂടെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി പേരിൽ ഒരു കരാറുണ്ടാക്കി. അതൊരു ധാരണാപത്രമാണ്. അത് രണ്ട് തരത്തിലാണ് അഴിമതി. ഒന്ന് 278 കോടി രൂപ എന്ന് പറഞ്ഞാൽ 100 കോടി രൂപയ്ക്ക് ഇവിടെ ഉണ്ടായിരിക്കെ, ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം ഉണ്ടായിരിക്കെ 178 കോടി രൂപ അധികത്തിനാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് വരും, ലോൺ എടുത്ത് വരുമ്പോൾ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ഈ കരാറിലൂടെ കിക്ക് ബാക്ക് തിരിച്ച് 100ൽ മേലെയുള്ള പണം അവർക്ക് കിട്ടുമ്പോൾ തിരിച്ച് പിണറായി വിജയന് വന്നുകൊണ്ടിരിക്കും. പ്ലസ് ആദ്യം തന്നെ 2 കോടി രൂപ കണ്ണൂരിൽ 1996 മെയ് മാസത്തിൽ അന്നത്തെ ഇലക്ഷൻ സമയത്ത് ദിലീപ് രാഹുൽ എന്ന് പറയുന്ന ഇടനിലക്കാരൻ കൊണ്ടുകൊടുത്തിട്ടാണ് പിണറായി വിജയൻ ഇതിൻ്റെ രുചി അറിയുന്നത്. ഇതിലൂടെ കോടികൾ ഉണ്ടാക്കാം. എന്നിട്ട് അദ്ദേഹം വിദേശത്ത് പോയി ഇതൊക്കെ ചെയ്ത ഒരു കൃത്യമായ തെളിവ് എൻ്റെ കൈവശം ഈ ബാലാനന്ദൻ തന്നിട്ടാണ് ഞാനിത് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ പേരിലാണ് ഈ അഴിമതിയുടെ പണം വരുന്നത്. എവിടുന്ന്? ഈ ക്യാൻസർ രോഗികൾക്ക് വരേണ്ട പണം തട്ടിയെടുക്കുന്നത്.
ഇതിൻ്റെ അടക്കമാണ് എൻ്റെ രേഖകൾ ഉണ്ടായിരുന്നത്. അത് ആണ് ഞാൻ പ്രസിദ്ധീകരിച്ച ഉടനെ 2005 ഫെബ്രുവരി മാസത്തിൽ ഞാൻ ക്രൈമിൽ ഇത് പ്രസിദ്ധീകരിച്ച ഉടനെ അതിനകത്ത് എന്താ കൊടുത്ത ടൈറ്റിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ പിണറായി വിജയൻ തട്ടിയത് കോടികൾ എന്ന് പറഞ്ഞിട്ടുള്ള, കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന അധോലോക മാഫിയ നേതാവിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആവാൻ പോകുന്ന ആ സമയത്താണ് അത് ആ ടൈമിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. നേതാവിനെതിരെ ഞാൻ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് എൻ്റെ ഓഫീസ് കത്തിച്ചു. കേരളത്തിലെ എല്ലാ സ്ഥലത്തും 10-15 ലക്ഷം കോപ്പി സർക്കാരിന്റെ പുറകില് ഇന്നത്തെ PWD മിനിസ്റ്ററും മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിന്റെ അന്നത്തെ അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്, ഇത് സ്റ്റേഡിയം ഏരിയ സെക്രട്ടറിയാണ്. നേരെ അവിടെയാണ് എൻ്റെ ഓഫീസ്. എൻ്റെ ഓഫീസ് അവിടെയുള്ള കാര്യം ആർക്കും അറിയില്ല. മുന്നിൽ പത്രത്തിന്റെ ഓഫീസുണ്ട്, പിന്നിൽ ആരും അറിയാതെ ബോർഡ് വെച്ച സ്ഥലത്താണ് ഓഫീസ് രഹസ്യമായി വെച്ചത്. പക്ഷേ പ്രിന്റിംഗ് പ്രസ്സുകാർ പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്താണ് ഞങ്ങൾ പണം മേടിക്കാനൊക്കെ പോകുന്നത്, അവിടെയാണ് ഓഫീസ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കയറി വരികയും അളമാറയുടെ താക്കോൽ ബലമായി പ്രയോഗം മേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ലാവലിൻ്റെ രേഖ എവിടെയെന്ന് വെച്ചാൽ മാനേജറെ തല്ലുകയും അങ്ങനെയാണ് ഇത് കളക്ട് ചെയ്ത് പോകുന്നത്. എൻ്റെ ഓഫീസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതാണ് അവരുടെ പത്രസ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അന്ന് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചു കയറുകയും വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടു പോവുകയും ഇനി എന്തെങ്കിലും അവശേഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എന്ന് കണക്കാക്കി അത് നശിപ്പിച്ചു കളയുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ ക്രൈം നന്ദകുമാർ ഇറക്കിയ ഒരു പാട്ടിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഹനിച്ചിരിക്കും. അല്ല, അത് അതിൻ്റെ അന്ന് അവർ പിണറായി വിജയൻ ഭീരുവാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം അത് സത്യസന്ധമായ അല്ല എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ, എന്നെ വിളിക്കും, നന്ദകുമാർ നിങ്ങൾ ചെയ്തത് ശരിയല്ല, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം, ആണത്തത്തോടെ പറയാനുള്ള ധൈര്യമില്ലാത്ത പരമ ഭീരുവായിരുന്നു പിണറായി വിജയൻ. കാരണം തട്ടിപ്പ് നടത്തിയ അദ്ദേഹമാണ്, അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ചെയ്യണത് എന്താ, അത് അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി എടുക്കാനുള്ള നട്ടലില്ലാത്ത ഭീരുവാണ് പിണറായി വിജയൻ. ഞാൻ അദ്ദേഹത്തെ അന്ന് മുതൽ വെല്ലുവിളിച്ചു തുടങ്ങി. അപ്പം എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു മാത്രമല്ല 2005 ഫെബ്രുവരി 14 അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി AK ബാലൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി എന്നെ കൊല്ലാൻ വേണ്ടി പാർട്ടി തീരുമാനമെടുക്കുന്ന വിവരം പാർട്ടിയിൽ നിന്നും മംഗളത്തിൻ്റെ എഡിറ്ററായിരുന്ന അജിത് കുമാർ അതേപോലെ രാജശേഖരൻ നായർ, പ്രമുഖ പത്രപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നെ വിളിച്ചു പറയാണ്. പാർട്ടിയിൽ നിന്ന് ഏറ്റവും രഹസ്യങ്ങൾ അപ്പോൾ തന്നെ എനിക്ക് അറിയിക്കുകയാണ് എന്നെ കൊല്ലാൻ വേണ്ടി. TP നന്ദകുമാർ എന്ന ക്രൈമിന്റെ ചീഫ് എഡിറ്റർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചു, എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അത് വർഗീയ വഞ്ചകനാണെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പാർട്ടിയുടെ ആരുമല്ല, ഞാൻ അനുഭാവി ആയിരിക്കാം. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യമാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. അതാണ് എൻ്റെ ധൈര്യവും. പാർട്ടി തെറ്റിയില്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളും, അത് വിളിച്ചു പറയണമെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് പഠിപ്പിച്ചുള്ളത് പാർട്ടിയിൽ നിന്ന്. എന്നാൽ പിണറായി വിജയൻ ചെയ്തത് അതല്ല, എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എൻ്റെ ഒരു ഒറ്റ ലക്കം ക്രൈം കൊണ്ട് പിണറായി വിജയൻ്റെ എല്ലാം തകർന്നു പോയി. പിന്നെ വെല്ലുവിളിക്കുകയാണ് ഞാൻ പിണറായി വിജയനെ, ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഡോക്യുമെന്റ് തരാം, പാർട്ടി അന്വേഷിക്കാൻ തയ്യാറുണ്ടോ എന്ന് വെച്ചിട്ട്. ഈ സന്ദർഭത്തിലാണ് കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഞാൻ അറിയുന്നത്. നേരെ പോയിട്ട് ഞാൻ രാംകുമാർ റെഡ്ഡിക്കറിനെ കാണുന്നു. പ്രമുഖൽഭനായ രാജൻ കേസിലൊക്കെ അദ്ദേഹമാണ് കേസിൽ വഴിത്തിരിവുണ്ടാക്കി. ഞാൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിണറായി വിജയൻ സംഘവും. അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. അതിൻ്റെ തെളിവുകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ കണ്ടത് എന്താണ്, ഞാനത് പത്രക്കാർ കൊടുക്കുന്ന വാർത്തയായതോടുകൂടി പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് വന്നാൽ അത് പിണറായി വിജയനെ തന്നെ ഒന്നാം പ്രതിയാകുമ്പോൾ മനസ്സിലാക്കി. അതായത് അന്നത്തെ കാലത്ത് TP നന്ദകുമാറിന് എന്ത് തന്നെ സംഭവിച്ചാലും ഉത്തരവാദി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവും എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഭീരുവായ അദ്ദേഹം പിൻവാങ്ങാണ്. അപ്പൊ ആ പിൻവാങ്ങുന്നത് അദ്ദേഹത്തിന് ഭീരു എന്ന് പറയുന്ന കാരണം എന്താ, എൻ്റെ ഓഫീസ് ആക്രമിച്ചത് ഭീരുക്കളല്ലേ ചെയ്യുക, ഗുണ്ടകളെ ഉപയോഗിച്ച്. 2, എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാത്ത എന്താണ്, എന്തുകൊണ്ടാണ് വാർത്ത പ്രസിദ്ധീകരിക്കാണ്ടാവുന്നത്? എന്നെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം എന്നെ വേറെ രൂപത്തിൽ ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തിൻ്റെ ഇവിടെ എറണാകുളത്തുള്ള ജില്ലാ പ്രതിപക്ഷ നേതാവായിരുന്ന, അതായത് കോർപ്പറേഷനിലെ എറണാകുളം കോർപ്പറേഷനിലെ പ്രതിപക്ഷ അതായത് ജേക്കബേട്ടൻ വഴി ഞാൻ കാണുന്നു. ജേക്കബേട്ടൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് പിണറായി വിജയനോട് സംസാരിക്കുന്നു, എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ പാർട്ടിയിലെ ഏത് നേതാക്കന്മാരാണ് ഇത് എനിക്ക് ഈ ഡോക്യുമെന്റ് തന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ക്രൈം നന്ദകുമാറാണ്, പിണറായി എന്നുള്ള പേരല്ല. ഇത് ഞാൻ പറയില്ല, അത് നിങ്ങൾ തല വെട്ടിയാലും പറ്റില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഓഫീസ് കത്തിച്ചതിന് നിങ്ങൾ മാപ്പ് പറയണം. എൻ്റെ ഓഫീസ് കത്തിച്ചതിന് നഷ്ടപരിഹാരം തരണം. എൻ്റെ ആളുകളോട്, എന്നെ തല്ലിയ ആളുകളോട് വന്ന് മാപ്പ് പറയണം എന്ന് ഞാൻ പറയുകയാണ്. ഇതാണ് എൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 25 കോടി രൂപ എനിക്ക് ഓഫർ ചെയ്തു. ആര് വഴി? ചാക്ക് രാധാകൃഷ്ണൻ എന്നെ വന്ന് കാണുന്നു, വേറെ സുഹൃത്ത് വഴി. അപ്പം ഞാൻ പറയുന്നു 25 അല്ല 500 കോടി എന്നാലും
10,000 കോടി വന്നാലും നന്ദകുമാറിന് വിലക്കെടുക്കാൻ പറ്റില്ല, ഈ ഫൈറ്റ് ഞാൻ മുന്നോട്ട് പോകും എന്ന് ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ അല്ലാതെ കള്ളമാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് അവർ തെളിയിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയ സമയത്ത് പിണറായി വിജയൻ കള്ളനാണെന്ന് ഇവിടുത്തെ പത്രക്കാർക്കെല്ലാം അറിയാം. പിണറായി വിജയനോട് അന്നൊരു ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാവില്ല എന്നുള്ള തെളിവാണ് TP ചന്ദ്രശേഖരൻ്റെ വധം. തുടങ്ങിയിട്ട് എത്രയോ സംഭവങ്ങളുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പോരാട്ടം നടത്തി. എന്നെ ഭരണത്തിൽ വന്ന ശേഷം, വീണ്ടും വന്ന ശേഷം അദ്ദേഹം എന്നെ നിരന്തരമായി കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിച്ചു. എവിടെയെങ്കിലും ഒരു ശബ്ദം പിണറായിക്കെതിരെ പറഞ്ഞാൽ അപ്പം പോലീസ് വരെയാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിറ്റ്ലർ പോലും ചെയ്യാത്ത, മുസോളിനി പോലും ചെയ്യാത്ത, സ്റ്റാലിൻ പോലും ചെയ്യാത്ത മാനസിക നില തെറ്റിയ ഭീകരവാദിയായിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് നമ്മുടെ കൊല്ലത്ത് നടന്നത്. ഇതിനിടയിൽ ഷാജിസ്കറിയന്മാരുണ്ടായി, അദ്ദേഹത്തിനെതിരെ പോരാട്ടം നടത്തുന്നതിനുള്ള ആളുകൾ രംഗത്ത് വന്നു. ഇവർക്കൊക്കെ തന്നെ തുടക്കമിട്ടത് ഞാനാണെന്ന് തീർത്ത് പറയാൻ അല്ല, തീർച്ചയായിട്ടും. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും നേരത്തെ സാറ് പറഞ്ഞതുപോലെ അധികാരവർഗത്തെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന നേട്ടങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ ഇല്ലാതെ ആവരുത് എന്ന് കണക്കാക്കിയിട്ട് മാധ്യമ മുതലാളിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടെങ്കിലും സത്യം വിളിച്ചു പറയില്ല. അതായത് അധികാരവർഗത്തിന് നെറികേടുകൾ വിളിച്ചു പറയില്ല. അന്ന് TP നന്ദകുമാർ തുടങ്ങി വെച്ച ഏറ്റവും വലിയൊരു സേവനം എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതായത് മുഖ്യധാരാ മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന സാമാന്യ ജനത്തിന് അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വിളിച്ചു പറയുക. അത് വിത്ത് എവിഡൻസ്. അത് തന്നെയാണല്ലോ ഒരു കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് ലാവ്ലിൻ കേസിൽ ഞാൻ പിന്നീട് എന്ത് ചെയ്തു, എന്നോട് VS അച്യുതാനന്ദൻ ആ സംഭവം കഴിഞ്ഞ ശേഷം എന്നെ വിളിക്കുകയാണ്. ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് വിളിക്കുകയാണ്, നന്ദകുമാർ ഞാൻ VS ആണ്, ഞാൻ എല്ലാം അറിയുന്നുണ്ട്, ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊടുക്കാൻ നന്ദകുമാർ തയ്യാറാണോ? ഞാൻ പറഞ്ഞു തയ്യാറാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് ഒന്നുമില്ല, എനിക്ക് ഈ ബാലാനന്ദൻ അതെന്ന് അദ്ദേഹത്തോട് ഞാൻ തുറന്നു പറഞ്ഞു. എല്ലാം കത്തിപ്പോയി, ഞാൻ എന്ത്, അല്ലെങ്കിൽ റിയാസ് എടുത്തു കൊണ്ടുപോയി. ആ ഡോക്യുമെൻ്റ് കിട്ടിയാലല്ലേ സഖാവെ കൊടുക്കാൻ പറ്റുകയെന്ന് ഞാൻ VS കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. അതിനെപ്പറ്റി പേടിക്കണ്ട, നന്ദകുമാറിന് ആ ഡോക്യുമെൻ്റ് അവിടെ എത്തും, നന്ദകുമാറായിട്ട് നല്ല ബന്ധമുള്ള ഒരാൾ വിളിക്കും, ബാക്കി അതിനുള്ള കോടതി എക്സ്പെൻസും ഞാൻ എത്തിക്കോളും. നന്ദകുമാർ അവസാനം വരെ നിൽക്കുമല്ലോ. ഞാൻ പറഞ്ഞു, എന്നോട് ഈ ബാലാനന്ദനോട് ഒരു കൊടുത്തൊരു വാക്കുണ്ട്, ഞാൻ അവസാനം വരെ ഉണ്ടായിരിക്കും ഈ പോരാട്ടത്തിന്, എന്ത് പ്രശ്നം വന്നാലും വിട്ടുവീഴ്ചയെ തയ്യാറാവരുതെന്ന് ഈ ബാലാനന്ദനോട് പറഞ്ഞു. ഞാൻ അതുപോലെ പ്രവർത്തിക്കുമെന്ന് പറയുകയാണ്. അല്ല, ശരിക്കും മാധ്യമപ്രവർത്തനം തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു നബ്രുവാൾ സത്യം അപ്രിയമായ സത്യത്തെ തുറന്നു പറയില്ല, ആരും പറയില്ല, അല്ലെങ്കിൽ സത്യം തുറന്നു പറയാൻ ആർക്കും മടിയാണ്. ഇവിടെ നന്ദകുമാർ എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ ചെയ്തത് അത് തന്നെയാണ്. ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വിരലുയർത്തി ചോദിക്കാൻ, നിങ്ങൾ ചെയ്തത് ശരിയല്ല, ഞങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ അടിയാളന്മാരല്ല, ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ സേവനം നടത്തുന്ന മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ, നിങ്ങളുടെ പാർട്ടി പത്രങ്ങൾക്ക് മാത്രം കൊടുത്താൽ പോരാ എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ ഞാൻ ആ മാധ്യമപ്രവർത്തകനിൽ പഴയ നന്ദകുമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നന്ദകുമാറിനെ ഞാൻ മാറ്റി പറയണതല്ല, അന്ന് ആരും രംഗത്തേക്ക് കടന്നു വരാത്ത സാഹചര്യത്തിലാണ് TP നന്ദകുമാർ വന്നിരുന്നത്. ഇന്നിപ്പോൾ ധാരാളം ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അതിനൊക്കെ ഇൻസ്പിറേഷനായത് നന്ദകുമാർ സാർ തന്നെയാണ്, യാതൊരു തർക്കമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി, കാലം മാറും തോറും എന്താണ് ജനത്തിന് കൊടുക്കേണ്ടത്, എന്താണ് ഈ മാധ്യമധർമ്മത്തിലൂടെ ജനങ്ങളോട് പാലിക്കപ്പെടേണ്ടത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ ആദ്യ വിത്ത് പാകിയ ആള് എന്ന രീതിയിൽ തീർച്ചയായും അതിൻ്റെ ഒരു ക്രെഡിറ്റ് സാറിന് അവകാശപ്പെട്ടത് തന്നെയാണ്. അന്ന് നമ്മൾ കണ്ടുള്ള പിന്നീട് TP ചന്ദ്രശേഖരനുണ്ട്, അദ്ദേഹത്തെ വെട്ടിക്കൊന്നു. ഇപ്പോൾ TP ചന്ദ്രശേഖരന്മാരുടെ കൂട്ടായ്മയാണ് വന്നിരിക്കുന്നത്. അല്ല സാറ്, അതായത് മാർക്സിസ്റ്റ് പാർട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം കള്ളനാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളം മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി അണികളാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ച് പുറത്തു വരുന്നത്. കുഞ്ഞികൃഷ്ണന്മാരും ഗോവിന്ദൻ, ആയിഷ പോറ്റിമാരും G സുധാകരൻ പോലും രംഗത്ത് 63 വർഷത്തെ പാരമ്പര്യം പാർട്ടിയായിട്ട്. അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് അതിന്റെ ഉള്ളിൽ വലിയ കലാപമാണ് നടക്കുന്നത്. പിണറായി കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും മാഫിയ തലവനാണെന്നും പാർട്ടിയെ മറയാക്കി കോടികൾ സമ്പാദിച്ചു വിദേശത്ത് എത്തിച്ചിട്ടുണ്ടെന്നും. എന്തിനാ എൻ്റെ ഓഫീസിൽ നിന്നല്ലേ, നമ്മുടെ ഓഫീസിൽ നിന്നല്ലേ 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള അനധികൃത സമ്പാദ്യത്തിന്റെ രേഖകൾ ഒരു കള്ളക്കേസ് എടുപ്പിച്ച് എന്നെ അറസ്റ്റ് ചെയ്യിച്ച് വീടും ഓഫീസും റെയ്ഡ് ചെയ്ത് കടത്തിക്കൊണ്ടുപോയത്. ആ 10,000 കോടി എൻ്റെ അന്ന് കിട്ടിയതാണ്. 10,000 കോടികളിൽ നിന്ന് കരിമണൽ വിറ്റും അല്ലാതെയും എത്ര കോടികൾ അദ്ദേഹം ഉണ്ടാക്കി. എൻ്റെ അറിവിൽ 1,00,000 കോടി രൂപയെങ്കിലും വിദേശത്ത് സമ്പാദ്യമുള്ള, അനധികൃത സമ്പാദ്യമുള്ള ഒരു നേതാവും കുടുംബവുമാണ് പിണറായി വിജയൻ്റെത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഒരു കാര്യം വളരെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അല്ലെങ്കിലും മാധ്യമപ്രവർത്തനത്തെ സത്യസന്ധമായി നോക്കിക്കാണുന്ന ആളുകൾക്ക്
വളരെ ആശാവഹമായൊരു കാര്യം തന്നെയാണ്. അന്ന് ടി പി നന്ദകുമാർ തുടങ്ങി വെച്ച ആ ഒരു പോരാട്ടം ഇന്നിപ്പോൾ കൊല്ലത്ത് ജയശങ്കരൻ എന്നുള്ള ആ ഒരു മാധ്യമപ്രവർത്തനത്തിലൂടെ വീണ്ടും മുന്നോട്ട് പോകുന്നു. എന്തായാലും വളരെ അവിടെയും നമ്മൾ ഓർക്കേണ്ട ഒരു പാട്ടിനെ പോലും പേടിച്ചിരിക്കുന്നതിന്റെ അതെ. പ്ലസ് ഒരു സംവാദത്തിന് വി ഡി സതീഷിനെ വെല്ലുവിളിച്ച ആള് മാളത്തിൽ ഒളിച്ചിരിക്കുന്നു. ഇപ്പൊ എഫ് ബിയിലൂടെ സംവദിക്കാന്നാ പറയുന്നത്. അതായത് പിണറായി വിജയൻ എത്ര ഭീരുവാണെന്നുള്ളതും കള്ളനാണെന്നുള്ളതിനും ഇതിൽ അപ്പുറത്തെ തെളിവ് വേണം. എന്തായാലും സാറ് തുടങ്ങി വെച്ച ഈ പോരാട്ടം അത് തലമുറ കൈമാറി ഇനിയും മുന്നോട്ട് പോകും. നന്ദി. തലമുറ കൈമാറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ജനം ഏറ്റിരിക്കുന്നു, ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ഇതുവരെ അവർ വിളിച്ചു പറഞ്ഞ നന്ദകുമാർ കള്ളനാണ്, അശ്ലീല പത്രപ്രവർത്തനം, ബ്ലാക്ക് മെയിലറാണ്, ഒന്നിനും കൊള്ളാത്ത ആളാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേയൊക്കെ മറയുണ്ടാക്കാൻ. ഇന്ന് അത് ഞാൻ അന്നും ഇന്നും ഒരേപോലെ നിൽക്കുന്നതിന് കാരണം ഞാൻ അതൊന്നുമല്ല, ഞാൻ സത്യം വിളിച്ചു പറഞ്ഞ പത്രപ്രവർത്തകനാണ്. അത് ജനം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് പാർട്ടി എത്ര തന്നെ മറച്ചു വെച്ചാലും സൂര്യൻ സത്യം പുറത്തു വരും. സൂര്യൻ എത്ര മറച്ചു വെച്ചാലും കാർമേഘം പോയി കഴിഞ്ഞാൽ സൂര്യൻ പുറത്തു വരും, ആ വെളിച്ചം വരും. അതാണ് ഇന്ന് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇനിയും ഉത്തരോത്തരം ആ പ്രവർത്തനം മുന്നോട്ട് പോട്ടെ.